നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മികച്ച ജോലിയും അതിനൊപ്പം ശമ്പളവുമാണ് യുവാക്കളെ ജോലിക്കായി വിദേശ രാജ്യങ്ങളെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിൽ പറ്റിക്കപ്പെടുന്നവർ അനവധിയാണ്. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളിൽപ്പെട്ട് കോടികൾ നഷ്ടപ്പെട്ടവരും കണക്കിൽപ്പെടാതെയുണ്ട്. അവർക്ക് മുന്നിൽ ഒരു ഉദാഹരണമായി വീണ്ടും എത്തുകയാണ് ഈ പ്രവാസികൾ. വാർത്തയിലേക്ക്. വ്യാജ വിദേശയാത്ര വാഗ്ദാനം ചെയ്ത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് കോടികൾ കൈക്കലാക്കിയ ടൂർ കമ്പനി ഉടമകൾ മുങ്ങിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രണ്ടാഴ്ചക്കിടെ 2 സ്ഥാപനങ്ങൾ പൂട്ടിയതോടെ 100 കണക്കിന് ആളുകൾക്കാണ് പണം നഷ്ടമായത് എന്ന കണക്ക് ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള തബ്ജി ട്രിപ്പ് ഓർഗനൈസർ, മേക്ക് മൈ ടൂർ എന്നീ സ്ഥാപന ഉടമകൾക്കെതിരെ അബുദാബി കോടതിയിലും ഇന്ത്യൻ എംബസിയിലും സാമ്പത്തിക വിഭാഗത്തിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയിരിക്കുകയാണ്. തജ്ബി കമ്പനിയിൽ നിന്ന് മാത്രം 500-ലേറെ പേരിൽ നിന്നായി ഏതാണ്ട് 20 കോടിയോളം രൂപ ഈടാക്കിയാണ് ഉടമകൾ മുങ്ങിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലും മറ്റും കമ്പനി പ്രതിനിധികൾ എത്തിയാണ് ഉപയോക്താക്കളെ വല വീശിയിരുന്നത്. പേരും വിലാസവും എഴുതിയിട്ടാൽ നറുക്കെടുപ്പിൽ ആകർഷക സമ്മാനം നൽകുമെന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. ഇങ്ങനെ ചൂണ്ടയിൽ കുരുക്കുന്നവരെയെല്ലാം 2 ആഴ്ചയ്ക്കകം വിളിച്ച് സൗജന്യ സമ്മാനം വാങ്ങാൻ നിശ്ചിത സ്ഥലത്ത് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. സമ്മാനം വാങ്ങാനെത്തുന്നവരെ 40 മിനിറ്റ് സെക്ഷനിൽ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചാണ് ഓരോരുത്തർക്കും കുറഞ്ഞ ചെലവിൽ വിദേശയാത്ര ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു വരുന്നത്. ലോകരാജ്യങ്ങളെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ 25 ദിവസം താമസിപ്പിക്കാമെന്ന ആകർഷണത്തിൽ ഇരകളും വീഴുന്നു. വിശ്വാസത്തിൽ എടുക്കാനായി പ്രാദേശിക പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ക്ലബ്ബുകളിലും വിനോദ സൗകര്യങ്ങൾ 1 വർഷത്തേക്ക് ഉപയോഗപ്പെടുത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വലയിൽ വീഴ്ത്താൻ മിടുക്കരായ ഉദ്യോഗസ്ഥർ 40 മിനിറ്റ് ചർച്ച കഴിയുമ്പോഴേക്കും വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡ് വാങ്ങി പണം പിൻവലിക്കും. ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശയില്ലാത്ത തവണ വ്യവസ്ഥയിലേക്ക് മാറ്റാമെന്നും ഇവർ ബോധ്യപ്പെടുത്തിയതോടെ മലപ്പുറം നിലമ്പൂർ സ്വദേശിയും അബുദാബിയിലെ ഫാർമസിസ്റ്റുമായ വേണുഗോപാൽ പദ്ധതിയിൽ അംഗമാകുകയായിരുന്നു. 11,000 ദിർഹം ഉടൻ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും വലിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് അബുദാബിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സൗകര്യം 2 തവണ ഉപയോഗപ്പെടുത്തിയ വേണുവിനോട് 3-ാം തവണ ചെന്നപ്പോൾ പ്രസ്തുത കമ്പനിയുമായുള്ള കരാർ അവസാനിച്ചതായി ഹോട്ടൽ അധികൃതർ അറിയിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് കമ്പനി പ്രതിനിധിയെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ഓഫീസിലെത്തിയപ്പോൾ പൂട്ടിയതായ വിവരവും അറിയുന്നു. തുടർന്ന് നൽകിയ പരാതിയെ തുടർന്നാണ് സ്ഥാപനം സീൽ ചെയ്തത്. കമ്പനി വാഗ്ദാനം ചെയ്ത പ്രാദേശിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താത്തവർക്ക് വിദേശത്ത് 10 ദിവസം കൂടുതൽ തങ്ങാനും അവസരമുണ്ടെന്നും കമ്പനി അറിയിക്കുകയും ചെയ്തിരുന്നു. രജിസ്റ്റർ ചെയ്ത് 25 ആഴ്ചയ്ക്കകം ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു മറ്റൊരാകർഷണം. പദ്ധതിയിൽ ചേർന്നതിന് സമ്മതിക്കുന്നതുവരെ സമ്മർദ്ദം ചെലുത്തുന്ന ഇവർ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകി മുഴുവൻ പേരും വലയിൽ വീഴ്ത്തുകയാണ് ചെയ്തിരുന്നത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു പോരാൻ ശ്രമിച്ചവർക്ക് 4,000 ദിർഹമിന് വരെ വിദേശയാത്ര വാഗ്ദാനം ചെയ്തതായി വഞ്ചിക്കപ്പെട്ടവർ പറയുന്നു. UAE-യിലെ 7 എമിറേറ്റുകളിലും ഇതുപോലെ ആളുകളെ വല വീശിയിരുന്നു. ഇവരുടെ ദുബായിലെ ഓഫീസും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാരാണ് വഞ്ചിക്കപ്പെട്ടവരിൽ കൂടുതലും. 4,000 മുതൽ 33,000 ദിർഹം വരെ നഷ്ടപ്പെട്ടവർ പരാതി നൽകിയതിനെ തുടർന്ന് 2 സ്ഥാപനങ്ങളും അബുദാബി സാമ്പത്തിക വിഭാഗം അടച്ച് സീൽ വച്ചതായി പാലക്കാട് സ്വദേശിയും കെമിക്കൽ എഞ്ചിനീയറുമായ ഷിബു വ്യക്തമാക്കുകയുണ്ടായി. 25 ദിവസത്തെ UK ട്രിപ്പും അൽവഖ്ത ക്ലബിൽ 1 മെമ്പർഷിപ്പുമായിരുന്നു ഷിബുവിനും വാഗ്ദാനം. 12,600 ദിർഹമാണ് ഷിബുവിൽ നിന്ന് ഈടാക്കിയത്. സാധാരണ ടൂർ പാക്കേജിനേക്കാൾ കുറഞ്ഞ നിരക്കും കൂടുതൽ ആനുകൂല്യങ്ങളുമായിരുന്നു ഇവരെ പണം കൊടുക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ. സന്ദർശക വിസയിലെത്തുന്നവർക്ക് നല്ല ശമ്പളം വാഗ്ദാനം ചെയ്താണ് ആളുകളെ വലവീശി പിടിക്കാൻ നിയോഗിക്കുന്നത്. 2 വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലൈസൻസ് കാലാവധി തീരുന്നതിനോടനുബന്ധിച്ചാണ് ആസൂത്രിത തട്ടിപ്പുകൾ നടത്തി ഉടമകൾ മുങ്ങിയത്. സമാന തട്ടിപ്പുകൾ നടത്തി 2 സ്ഥാപനങ്ങൾ നേരത്തെ പൂട്ടിയതായും അറിയാൻ കഴിഞ്ഞു. പ്രതികരണത്തിനായി കമ്പനി പ്രതിനിധികളുടെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പണം നഷ്ടപ്പെട്ടവരെല്ലാം കൂടി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ഇതിനോടകം 70-ലേറെ പേർ ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയുണ്ടായി. ഭൂരിഭാഗം പേരും പരാതി നൽകിയിട്ടുണ്ട്. ശേഷിച്ചവർ കൂടി ചേർന്നതോടെ സംയുക്ത പരാതി നൽകാനും പണം വീണ്ടെടുക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരാനുമാണ് ഇവരുടെ പദ്ധതി. ഇതുപോലുള്ള മോഹവലകളിൽ കുടുക്കാൻ പ്രവാസികളെ ഒത്തിരി പേരുണ്ടാകും. സൂക്ഷിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാലിയാകുന്നത് നിങ്ങളുടെ തന്നെ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.